ജെനുവിനായിട്ടുള്ള കേസുകളിൽ, ജെനുവിനായിട്ടുള്ള അഴിമതി ഉണ്ട് എന്ന് തോന്നുന്ന കേസുകളിൽ ഒരു അന്വേഷണത്തിന് ഇപ്പോഴത്തെ നഗരസഭാ കൗൺസിൽ തയ്യാറായാൽ അതിനോടൊപ്പം നിൽക്കും? അത് ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അതേത് തരത്തിലാണ് ഈ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം BJP പ്രതികരിക്കുന്നുണ്ടാവും. ഇപ്പം അതിനകത്ത് ഒരു 10-25 കാര്യങ്ങൾ പറഞ്ഞു, ക്രിമിറ്റോറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ ക്രിമിറ്റോറിയത്തിൻ്റെ വിഷയം അങ്ങെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ക്രിമിറ്റോറിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ വസ്തുതാപരമായ കൂടുതൽ കാര്യങ്ങളിലേക്ക് പഠിക്കുന്നതേ ഉള്ളൂ, മനസ്സിലാക്കുന്നതേ ഉള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആ കൗൺസിലിനാണ് കൂടുതൽ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ DPR അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമാണ്. അതിൻ്റെ പിന്നിലുള്ള അഴിമതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇതുപോലെ നിരവധി സംഭവങ്ങൾ കായംകുളം നഗരസഭയിലുണ്ട്. അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, കെടുകാര്യസ്ഥത മൂലം നഗരസഭയ്ക്ക് നിരവധി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ക്രിമിറ്റോറിയം പോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മുടെ ആധുനിക അറവുശാല മാത്രമല്ല, ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ്. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും അത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ ആധുനിക സംസ്കരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, അതിൻ്റെ ട്രയൽ റൺ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അത് പ്രാബല്യത്തിൽ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് വന്നിട്ടില്ല. കമ്മീഷനിങ് ആയിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന് ഒരു അവർക്ക് എനിക്ക് തോന്നുന്നു സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെസിഫിക്കേഷൻ്റെ ഒരു ഓർഡർ സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒന്നത്. രണ്ട്, ഇതിൻ്റെ കരാറുകാർക്കോ മറ്റോ അതിൻ്റെ ഫണ്ട് എന്തോ കൊടുക്കാനായിട്ട് ഇനിയും പെൻഡിങ് ഉണ്ട്. കുറച്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി ഇനിയും കൊടുക്കാനുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. ശരിക്കും ഈ ആധുനിക സംസ്കരണ പ്ലാന്റ് കായംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഒരു പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം മാലിന്യ കൂമ്പാരമാണ്. ഇത് വരുന്നതോടുകൂടി ശരിക്കും കായംകുളത്തെ നമുക്കൊരു ക്ലീൻ കായംകുളമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന അധികാരത്തിൽ വരുന്ന ഈ നഗരസഭകൾ അതിന് വേണ്ടത്ര പ്രാമുഖ്യം കൊടുക്കാതെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ കൗൺസിലിൽ അത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നാൽ അങ്ങയുടെ നിലപാട് എന്തായിരിക്കും? അങ്ങയുടെ കക്ഷിയുടെ നിലപാട് എന്തായിരിക്കും? തീർച്ചയായിട്ടും BJP ഈ ഒരു സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ സ്ലോട്ടർ ഹൗസ് ഉൾപ്പെടെയുള്ള സ്ലോട്ടർ ഹൗസിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് താങ്കൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. ആ PCB അനുമതി കിട്ടിയാൽ തന്നെയും അവിടെ അത് നടപ്പിലാക്കുവാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു വിഷയമുണ്ട്. ഇല്ല, വേറെ 30% വേണം. യെസ്, ഇത്ര ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ച് കിടക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ, അവിടുത്തെ താമസിക്കുന്ന ആളുകളുടെ കൺസെൻറ്റ് വാങ്ങിക്കേണ്ടി വരും. ഈ കൺസെൻറ്റ് വാങ്ങിച്ചാൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ സ്ലോട്ടർ ഹൗസ് ഒരു ഓപ്പൺ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും അത് നിയമവിരുദ്ധമാണ്. പക്ഷേ ജനങ്ങൾ അതിന്, അല്ലെങ്കിൽ BJP അതിന് സമരം ചെയ്യാത്തതോ അല്ലെങ്കിൽ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് BJP കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഈ താങ്കൾ ചോദിച്ചതുപോലെ ഈ പ്രശ്നങ്ങളിലെല്ലാം BJPക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ ആധുനിക സംസ്കരണ പ്ലാന്റ് തീർച്ചയായിട്ടും നടപ്പിലാക്കുന്നതിന് കായംകുളം നഗരസഭയിൽ BJP ശക്തമായി രംഗത്തിറങ്ങും. അതുപോലെ സ്ലോട്ടർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. ഇതെല്ലാം പലതും ഇങ്ങനെ കടലാസുകളിൽ കിടക്കുകയാണ്. അത് പ്രാവർത്തികമാക്കുവാനുള്ള ആർജവം നഗരസഭ അധികൃതർ നടത്തിയിട്ടില്ലെങ്കിൽ BJP ശക്തമായ സമരവുമായിട്ട് രംഗത്തിറങ്ങും. ഈ ശക്തമായ സമരമായിട്ട് രംഗത്തിറങ്ങുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ കൗൺസിലിനെ ബോധ്യപ്പെടുത്തും? തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്തും. ഇത് കൗൺസിലിൽ വ്യക്തമായിട്ട് രേഖാമൂലം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും, ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എന്നിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നഗരസഭ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം BJP മറ്റ് സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് തയ്യാറാവും. കറക്റ്റീവ് മെഷേഴ്സിലേക്ക് കൗൺസിൽ പോവുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കക്ഷിയും അതിന് പിന്തുണയായി കൂടെ ഉണ്ടാവും? ഞാൻ ആദ്യമേ തന്നെ പറയേണ്ടായി, കായംകുളത്ത് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
ഇപ്പം UDF എന്നോ LDF എന്നുള്ള ഭരണ സംവിധാനത്തിൽ ഏതൊക്കെ തരത്തിൽ കായംകുളം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കും. പക്ഷേ ആ വികസനത്തിൻ്റെ മറവിൽ അഴിമതി കാണിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ BJP അതിനെ എതിർക്കും എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു.